എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 13-ാം ദശകത്തിലെ 4-മത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഗഡഗഡരവോൽഗുഷ്ടവിയതാ രണാലോകൗത്സുക്യാന്മിളതി സുരസംഗേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാദ പ്രഥമമിതി ധാത്രാ ജഗദിഷേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഗദാപാണൗ ദൈത്യേ, ദൈത്യന്മാർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ. ഗദാപാണൗ, കയ്യിൽ ഗദയുമായി വന്നു അസുരൻ, അതായത് ഗദാപാണിയായ അസുരൻ. ത്വം അപി ഗൃഹീതോന്നതഗത, അങ്ങും ഒരു ഊക്കൻ ഗദ എടുത്തുകൊണ്ട് ഗഡഗഡരവോൽഗുഷ്ടവിയതാ നിയുദ്ധേന ക്രീഡൻ ഹി, ഗദകൾ കൂട്ടിമുട്ടിയുണ്ടാകുന്ന ഘടഘട ശബ്ദത്താൽ ആകാശത്ത് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ യുദ്ധം ചെയ്ത് രസിച്ചു. ക്രീഡയാണ് ഈ യുദ്ധം ഭഗവാൻ എന്നാ പറയണേ. രണാലോകൗത്സുക്യാൽ, യുദ്ധം കാണാനുള്ള കൗതുകത്താൽ. സുരസംഗേമിളതി, ദേവന്മാർ കൂട്ടം കൂട്ടമായി വന്ന് ചേർന്നു കൊണ്ടിരിക്കെ. ദ്രുതമമും നിരുന്ധ്യ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ, വളരെ പെട്ടെന്ന് തന്നെ ഇവനെ വധിക്കണം, സന്ധ്യയാകുന്നതിനു മുമ്പ് എന്ന് ബ്രഹ്മദേവൻ അങ്ങയോട് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് സന്ധ്യാസമയം അസുരന്മാർക്കും രാക്ഷസന്മാർക്കുമെല്ലാം വീര്യം കൂടുന്ന സമയമാണ്. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഗദാപാണിയായ അസുരനോട് യുദ്ധം ചെയ്യാൻ അതിദീർഘമായ ഗദയെടുത്ത് തയ്യാറായ ഭഗവാൻ ഗഡഗഡാരവം കൊണ്ട് ആകാശം മുഴങ്ങുമാറ് ദ്വന്ദ്വയുദ്ധം ചെയ്തു. യുദ്ധം കാണാനുള്ള ആഗ്രഹം മൂലം ദേവസംഘങ്ങൾ ഒത്തുകൂടി. വെറും കളി എന്ന പോലെ അനായാസം പോരടിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയോട് സന്ധ്യയ്ക്കു മുമ്പ് അങ്ങ് ഈ അസുരനെ നിഗ്രഹിച്ചാലും എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. അതായത് ഗദകൾ തമ്മിൽ ചേർന്ന് മുട്ടുമ്പോൾ ഗഡഗഡ എന്നുള്ള ഒരു ശബ്ദം ഉണ്ടാകും. ആകാശത്ത് അവർ തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഈ ഗഡഗഡാരവം മുഴങ്ങി. ഇത് കാണുന്നതിനു വേണ്ടി ദേവന്മാരെല്ലാം ഒത്തുകൂടി. ഭഗവാന് അത് വെറും ഒരു കളിയായിരുന്നു. പക്ഷേ ആ യുദ്ധം ഒരുപാട് സമയം നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ അറിയാത്തതായി ഒന്നും ഇല്ല. പക്ഷേ ബ്രഹ്മദേവൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിരുന്ധ്യാ സന്ധ്യാത, സന്ധ്യയാകുന്നതിനു മുമ്പേ അവനെ വധിച്ചു കളഞ്ഞാലും ഭഗവാനെ എന്ന്. കാരണം സന്ധ്യാസമയം എന്നു പറഞ്ഞാൽ അസുരന്മാർക്കും രാക്ഷസന്മാർക്കും എല്ലാം ശക്തി കൂടുന്ന സമയമാണ്. അത് ഭഗവാൻ അറിയാം. എങ്കിലും ബ്രഹ്മാവ് അതൊന്ന് മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സാധാരണ ജീവിതത്തിലും നമുക്കറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ശുഭകാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ. എങ്കിലും വയസ്സായവർ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് എന്നെല്ലാം. അതുപോലെ തന്നെ ഇവിടെ ബ്രഹ്മദേവൻ ഭഗവാനെ ഉപദേശിക്കുകയാണ്, സന്ധ്യയ്ക്ക് മുമ്പ് അവനെ വധിച്ചാലും ഹരേ ഭഗവാനേ എന്ന്. ഹരേ കൃഷ്ണ.